hope the presentation എല്ലാവർക്കും കാണാനുണ്ടല്ലോ. ഓക്കെ, ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പോയോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്കെ, രണ്ട് ടൈപ്പ് സ്ട്രെസ് എന്താണെന്ന് സ്ട്രെയിൻ എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രെസ് ഫിസിക്കൽ ടു ഏത് മീൻസ് MOS പഠിച്ച എല്ലാ സ്റ്റുഡൻറ്റും ചോദിച്ചാൽ പറയേണ്ട രണ്ട് ആൻസറാണ് വാട്ട് ഈസ് സ്ട്രെസ്സും വാട്ട് ഈസ് സ്ട്രെയിനും. അത് പറയാൻ അറിയില്ല വെച്ചെങ്കിൽ മീൻസ് MOS നിങ്ങളെ പഠിപ്പിച്ച ടീച്ചർ വളരെ മോശമായിരുന്നു എന്ന് പറയണം. അപ്പം നിങ്ങൾ ഒരിക്കലും സ്ട്രെസ് എന്താ സ്ട്രെയിൻ എന്താന്ന് രണ്ട് ഇക്വേഷൻ എന്തായാലും പറഞ്ഞിരിക്കണം. സ്ട്രെസ് എന്ന് പറയുന്നത് എബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ടു റെസിസ്റ്റ് ദ ലോഡ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഗിവൺ ബൈ ലോഡ് ബൈ ഏരിയ. അറ്റ്ലീസ്റ്റ് ഈ ഇക്വേഷനെങ്കിലും പറയണം സ്ട്രെസ് ഫിസിക്കൽ ടു ലോഡ് ബൈ ഏരിയ. അപ്പൊ സ്ട്രെസ്സിന്റെയും പ്രഷറിന്റെയും ഇക്വേഷൻ ഒക്കെ സെയിം തന്നെയാണ്. ലോഡ് ബൈ ഏരിയ ആണ്, ഫോഴ്സ് പെർ ഏരിയ ആണ് പ്രഷറിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ശരിക്കും സ്ട്രെസ്സിന്റെ ഡെഫിനേഷൻ നമ്മൾ ചോദിച്ചാൽ പറയണം എബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ടു വിത്ത്സ്റ്റാൻഡ് ദ അപ്ലൈഡ് ലോഡ്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ മെറ്റീരിയൽ അഗെയിൻസ്റ്റ് ദ അപ്ലൈഡ് ലോഡ്. അതിനാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെയിൻ ഈസ് ഗിവൺ ബൈ ദ ചേഞ്ച് ഇൻ ലെങ്ത്. ഇപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ലെങ്ത് ചിലപ്പോൾ ഇൻക്രീസ് ആവാം, ചിലപ്പോൾ ഡിക്രീസ് ആവാം. ദാറ്റ് ചേഞ്ച് ഇൻ ലെങ്ത് ദാറ്റ് ഈസ് കോൾഡ് ഡെൽറ്റ എൽ. സപ്പോസ് ഒരു 5 meter ലെങ്ത് ഉള്ള ബീമിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബിക്കം 5.5 meter, അല്ലെങ്കിൽ ഇറ്റ് വിൽ റെഡ്യൂസ് ടു 4.5 meter. സോ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു 0.5 meter ആൻഡ് എൽ ഈസ് ഒറിജിനൽ ലെങ്ത്. ഇന്ന് 5 is its original length. സ്ട്രെസ് സ്ട്രെയിൻ. പിന്നെ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബേസിക് നോളജ് കഴിഞ്ഞു. ഇറ്റ് ഈസ് റേഷ്യോ ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, മൈൽഡ് സ്റ്റീലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാലും അത് ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എങ്ങനെയാണ് ശരിക്കും മൈൽഡ് സ്റ്റീലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരയ്ക്കാം? അപ്പോൾ ഇൻ ദ y axis we will have a stress, x axis we will have a strain. So up to proportionality limit, അല്ലെങ്കിൽ തൊട്ട് മേലെ ഇലാസ്റ്റിക് ലിമിറ്റ് പറയും. up to ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അങ്ങനെയാണ് ഇപ്പോൾ യങ്സ് മോഡൽസ് എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് ചോദിച്ചാൽ അങ്ങനെ ഡിഫൈൻ ചെയ്യാം. അപ് ടു ഇതിൽ ഗ്രാഫിന്റെ ആദ്യത്തെ കുറച്ച് ഭാഗം സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു, പിന്നെയാണ് അത് ഒരു ബെൻഡ് ആയിട്ട് പോയിട്ട് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പോൾ അപ് ടു ദിസ് പോയിന്റ് ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ അതിന് എക്സ് ആക്സും വൈ ആക്സും പ്രൊപ്പോർഷണൽ ആണ്. സോ സിഗ്മ ഈസ് പ്രൊപ്പോർഷണൽ ടു എപ്സിലോൺ എഴുതാം, അല്ലെങ്കിൽ വി ക്യാൻ റീപ്ലേസ് ദിസ് പ്രൊപ്പോർഷണാലിറ്റി വിത്ത് എ കോൺസ്റ്റന്റ് കോൾഡ് യങ്സ് മോഡൽ. അങ്ങനെയാണ് യങ്സ് മോഡൽസിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും എല്ലാവരും പറയണം. വാട്ട് ഈസ് സ്ട്രെസ്, വാട്ട് ഈസ് സ്ട്രെയിൻ, വാട്ട് ഈസ് യങ്സ് മോഡൽ. പിന്നെ അതിന്റെ അപ്പുറത്തേക്കുള്ളതൊക്കെ അതൊക്കെ നമുക്ക് കുറച്ച് വേണ്ടി ശ്രദ്ധിച്ചാലോ. ഇതൊക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ പറയുന്നതാണ്. അപ്പൊ ഫസ്റ്റ് ക്ലാസ്സിൽ താല്പര്യം ഇല്ലാണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇതുപോലും ശ്രദ്ധിക്കാത്തതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ക്ലാസ് ചിലപ്പോൾ കുറച്ച് ക്ലാസ് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ വേറെ കുറെ ആക്ടിവിറ്റീസിലൊക്കെ പോയിട്ടുണ്ടായിരിക്കും. എനിവേ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ എന്തായാലും MOS എടുക്കുന്ന ഒരു സാറ് പറയുന്ന ആദ്യത്തെ 2 ടേംസുകളാണ് സ്ട്രെസ്സും സ്ട്രെയിനും. അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. MOS പഠിച്ചു കഴിഞ്ഞിട്ട് ആര് ചോദിച്ചാലും പറയണം വാട്ട് ഈസ് സ്ട്രെസ്, വാട്ട് ഈസ് സ്ട്രെയിൻ, വാട്ട് ഈസ് യങ്സ് മോഡൽസ്. അപ്പോൾ ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആരും ഇങ്ങനെ പറയാതിരിക്കാനുള്ള ഇടവരുത്തരുത്. എല്ലാവരും പറയണം വാട്ട് ഈസ് സ്ട്രെസ്, വാട്ട് ഈസ് സ്ട്രെയിൻ, വാട്ട് ഈസ് യങ്സ് മോഡൽസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. So a gas cylinder of internal diameter 40 mm. So they have given the diameter as 40 mm and a 5 millimeter thickness. They have given the thickness as 5 millimeter. If the tensile stress in the material not to exceed 30 megapascal, find the maximum pressure which can be allowed inside the cylinder. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അവർ പ്രഷർ തന്നിട്ടില്ല, അല്ല പ്രഷർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. They have given the value of stress. സ്ട്രെസ്സിന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട്, മാക്സിമം സ്ട്രെസ്സിന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട്. സോ വിൽ ബി കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ ഓഫ് പ്രഷർ. നമ്മുടെ ഇക്വേഷൻസ് എന്തായിരുന്നു? നമ്മുടെ ഇക്വേഷൻ PD/2T PD/4T അങ്ങനെ 2 ഇക്വേഷൻസ് നമുക്കുണ്ടായിരുന്നു. സോ വിൽ ബി കാൽക്കുലേറ്റിംഗ് ദ ഫസ്റ്റ് കേസ് ഹൂപ്പ് സ്ട്രെസ് അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അലോങ് ദ ഡയമീറ്റർ 30 ഇറ്റ് ഈസ് ദ അലൗവബിൾ സ്ട്രെസ് ദാറ്റ് ഈസ് ഈക്വൽ ടു PD/2T. ആ ഇക്വേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതിന്റെ ഏതൊക്കെ വാല്യൂസ്? ഡയമീറ്റർ ഇറ്റ് ഈസ് ഗിവൺ, thickness they have given. So we will be substituting these values. So we will get the value as P is equal to 7.5 Newton per mm square, or it is equal to 7.5 megapascal. Okay, so we can okay, ഇതിൽ അവർ സർക്കംഫറൻഷ്യൽ മാത്രമാണ് നമ്മൾ അനലൈസ് ചെയ്തത്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിൽ നമുക്ക് ചോദിച്ചാൽ ലോഞ്ചിറ്റ്യൂഡിൽ അനലൈസ് ചെയ്യാം. അത് വെച്ചിട്ട് നമുക്ക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ 2 പ്രഷറും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏതാണോ മിനിമം പ്രഷർ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് ആ പ്രഷറിന്റെ വാല്യൂ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും.
സപ്പോസ് ഇതിലിപ്പോ ലോഞ്ചിറ്റ്യൂഡിൽ അപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചോ. സപ്പോസ് ലോഞ്ചിറ്റ്യൂഡിന്റെ ഇക്വേഷൻ എന്താ 30 ഡിവൈഡ് ബൈ PD ഡിവൈഡ് ബൈ 40. അതായിരിക്കും നമുക്ക് ലോഞ്ചിറ്റ്യൂഡിന്റെ ഇക്വേഷൻ വരിക. നമ്മുടെ ഇക്വേഷൻ വരുമ്പോൾ P ഇൻറ്റു 40 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 5 എന്നായിട്ട് നമ്മുടെ ഇക്വേഷൻ മാറും. ഓക്കെ, അപ്പോൾ 4ഉം 4ഉം ക്യാൻസൽ ചെയ്തു. റിമൈനിങ് 10, 10ഉം 5 ബാക്കി P. സോ P is equal to 2P is equal to 30. അല്ലെങ്കിൽ നമുക്ക് P യുടെ വാല്യൂ നമുക്ക് കിട്ടും 15 MPa കിട്ടും. ഓക്കെ, അപ്പൊ 15 MPa. ആദ്യത്തെ കേസിൽ നമുക്ക് ഏതാ കിട്ടി? ആദ്യത്തെ കേസിൽ നമുക്ക് 7.5 MPa കിട്ടി. അപ്പൊ നമ്മൾ വിൽ ബി സജസ്റ്റിംഗ്, ഇതിൽ ഏത് വാല്യൂ നമ്മൾ സജസ്റ്റ് ചെയ്യാം? ഇതിൽ വിസ്റ്റാൻഡ് ചെയ്യാം. ഇതിലിപ്പോ 7.5 ഇട്ടാലും പൊട്ടും. ഒരു നമ്മളതിൽ ഒരു സിലിണ്ടർ ഉണ്ട്, അതിൽ 7.5 അല്ലെങ്കിൽ ഒരു ബലൂൺ ഉണ്ട്. ആ ബലൂണിന്റെ മാക്സിമം വിസ്റ്റാൻഡ് ചെയ്യാനുള്ള പ്രഷർ 7.5 ആണ്. ഒരു തരത്തില് അതായത് ലെങ്ത് കൂട്ടുമ്പോൾ 7.5 വരെ അത് വിസ്റ്റാൻഡ് ചെയ്യും. ഡയമീറ്റർ കൂട്ടുമ്പോൾ അത് 15 വരെ വിസ്റ്റാൻഡ് ചെയ്യും. നേരെ തിരിച്ചാണ്, ലെങ്ത് കൂട്ടുമ്പോൾ 15 വരെ വിസ്റ്റാൻഡ് ചെയ്യും, ഡയമീറ്റർ കൂട്ടുമ്പോൾ 7.5 വിസ്റ്റാൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് സജസ്റ്റ് ചെയ്യും? യു വിൽ ബി സജസ്റ്റിംഗ് 7.5 എന്നുള്ള വാല്യൂ ആണ് സജസ്റ്റ് ചെയ്യാം. കാരണം 7.5നായിട്ടും കൂടുതൽ 7.6 ആയാൽ പോലും അലോങ് ദ ഡയമീറ്ററിൽ അതിന് കൂടുതൽ സ്ട്രെസ് വന്നിട്ട് ഡയമീറ്ററിന്റെ പോർഷനിൽ ഇറ്റ് വിൽ ഫെയിൽ. അപ്പൊ എന്തുകൊണ്ടാണ് ഇവര് സെക്കൻഡ് പോർഷൻ ചെയ്യാണ്ടിരുന്നത്? അത് ഇവർക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് ഓൾറെഡി ഇക്വേഷൻസ് അറിയാം. PD ഡിവൈഡ് ബൈ 2T എന്നുള്ള വാല്യൂ PD ഡിവൈഡ് ബൈ 40 ലാർജർ വാല്യൂ ആണ്. അപ്പൊ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴായിരിക്കും ഇപ്പോഴും നമുക്ക് കുറഞ്ഞ പ്രഷർ വരിക. അപ്പൊ നമുക്കിപ്പോ അത് ഇങ്ങനെ ഓർത്ത് വെച്ചിട്ട് ചെയ്യണമെന്നില്ല. നമ്മളിപ്പോ രണ്ട് തരത്തിലും കാൽക്കുലേറ്റ് ചെയ്തിട്ട് രണ്ട് പ്രഷറും കാൽക്കുലേറ്റ് ചെയ്യാം. 7.5 കാൽക്കുലേറ്റ് ചെയ്യാം, 15 MPa കാൽക്കുലേറ്റ് ചെയ്യാം, ആൻഡ് സജസ്റ്റ് ദാറ്റ് ദ മെറ്റീരിയൽ വിൽ ഫെയിൽ when the pressure reaches 7.5 MPa. So we will recommend the maximum pressure the cylinder can withstand is only 7.5 MPa. ഓക്കെ, ഇത് വേറൊരു ഒരു ക്വസ്റ്റ്യനില് പല ഡാറ്റാസ് വന്നിട്ട് പല ഡാറ്റ റിമൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. നമ്മൾ ആദ്യം സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്തു, രണ്ടാമത്തേൽ ഇപ്പോൾ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്തു, ഇപ്പോൾ മൂന്നാമത്തേൽ ഇപ്പോൾ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, അടുത്ത് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഹൗ വി വിൽ ബി ഡിസൈൻ എ സിലിണ്ടറിക്കൽ ഷെൽ. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസൈൻ എന്ന് പറഞ്ഞാൽ മിക്കവാറും നമുക്ക് മെറ്റീരിയൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഡയമീറ്റർ മാക്സിമം നമുക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ചില കേസിൽ ഡയമീറ്റർ വരും, ചില കേസിൽ നമുക്ക് തിക്നെസ് വരും. സോ നമുക്ക് അല്ലെങ്കിൽ പറയും ചില കേസിൽ യു ഹാവ് ടു ബിൽഡ് എ സിലിണ്ടർ. നമ്മളിപ്പോൾ ഫാക്ടറിക്കൊക്കെ വേണ്ടി ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 5 മീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സിലിണ്ടറിക്കൽ ഷെല്ല് നിങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ നമ്മുടെ അതിൻ്റെ ഉള്ളിൽ വരുന്ന പ്രഷർ ഇത്രയാണെന്ന് അവർ പ്രിഡിക്റ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഡാറ്റ തരും. സോ വി ഹാവ് ടു ഡിസൈൻ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ മെറ്റീരിയൽ സെലക്ട് ചെയ്യാം. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് തിക്നെസ് സെലക്ട് ചെയ്യാം. 2 ഓപ്ഷൻ മാത്രമേ നമുക്ക് ബാക്കി ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ വന്നാൽ നമുക്ക് മെറ്റീരിയൽ ഇതുപോലെ ചൂസ് ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. കാരണം നമ്മൾ മിക്കവാറും ഇത് ഗ്യാസ് അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസ് അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സിലിണ്ടറിക്കൽ ഷെൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാം. അപ്പൊ മിനിമം അറ്റ്ലീസ്റ്റ് വാട്ടർ ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളിപ്പോൾ ഏറ്റവും മിനിമത്തിൽ പറയുകയാണെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന മെറ്റീരിയൽസ് കുറച്ച് ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എല്ലാ മെറ്റീരിയൽസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റെയിൻലെസ് സ്റ്റീൽ അങ്ങനത്തെ കുറച്ച് മെറ്റീരിയൽസ് കാസ്റ്റ് ചെയ്യണം ഒരിക്കലും വാട്ടർ ടാങ്കിനപ്പം നമുക്ക് സജസ്റ്റ് ചെയ്യില്ല, എപ്പോഴും റസ്റ്റ് വരണ കാരണം കൊണ്ട്. ഓക്കെ, അപ്പോൾ മിക്കവാറും നമ്മുടെ മെറ്റീരിയലും ഓൾമോസ്റ്റ് ഫിക്സ്ഡ് തന്നെയായിരിക്കും. സോ നമ്മുടെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സോ വി ക്യാൻ ഡിസൈഡ് ദ തിക്നെസ് ഓഫ് ദ മെറ്റീരിയൽ ഓൺലി, ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അടുത്ത ചില കേസുകളിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മെറ്റീരിയൽ ഓൾറെഡി ഒരു മേടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു ഇൻഡസ്ട്രി ദേ ഹാവ് പർച്ചേസ്ഡ് ഒരു ഷീറ്റ്, നമുക്ക് സിലിണ്ടർ ഉണ്ടാക്കാനുള്ള ഷീറ്റൊക്കെ അവർ മേടിച്ച് വെച്ചിട്ടുണ്ട്. സോ വി ഗോട്ട് എ ഷീറ്റ് ഓഫ് തിക്നെസ് 10 mm. നമുക്ക് 10 mm തിക്നെസ് ഉള്ള ഷീറ്റുകളുണ്ട്. ആൻഡ് യു ഹാവ് ടു ഡെവലപ്പ് എ സിലിണ്ടർ ദാറ്റ് വിത്ത്സ്റ്റാൻഡ് ദിസ് മച്ച് പ്രഷർ. ഇത്ര പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യണ ഒരു സിലിണ്ടർ നിങ്ങൾ ഉണ്ടാക്കി തരണം. അപ്പൊ അങ്ങനത്തെ ഒരു കേസ് വന്നാൽ യു ഹാവ് ടു ഡിസൈൻ ഓൺലി എന്താ തിക്നെസ് അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആകെ ഡിസൈഡ് ചെയ്യാൻ വേറെ ഒന്നുള്ള മെറ്റീരിയൽ അവർ തന്നു കഴിഞ്ഞു. അപ്പോൾ മെറ്റീരിയലിന്റെ സ്ട്രെസ് ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. സോ വി ക്യാൻ ഡിസൈൻ ഓൺലി ദ ഡയമീറ്റർ. അപ്പൊ ഡിസൈൻ എന്ന് പറഞ്ഞാൽ സംടൈംസ് ഇറ്റ് വിൽ ബി തിക്നെസ്, സംടൈംസ് ഇറ്റ് വിൽ ബി ഡയമീറ്റർ, ആൻഡ് ഇൻ റയർ കേസ് ഇറ്റ് വിൽ ബി സ്ട്രെസ്. നോർമലി ഡിസൈൻ എന്ന് പറഞ്ഞാൽ വി വിൽ ബി ഡിസൈനിങ് ദ തിക്നെസ് തന്നെയായിരിക്കും. ഓക്കെ, നമ്മൾ ഇതെല്ലാം നമ്മൾ പഠിച്ച ഇക്വേഷൻ തന്നെയാണ്. നമ്മളിപ്പോ സിഗ്മ സി സിക്കൽ ടു നമ്മളെന്താ പഠിച്ചത്? സിഗ്മ സി സിക്കൽ ടു വി ഡി ഡിവൈഡ് ബൈ 2T. ഓക്കെ, അതുപോലെ സിഗ്മ ടി സിക്കൽ ടു
PD divided by PD and PD divided by 40 is equal to PD divided by 2T. So thickness value എഴുതുമ്പോൾ ചിലപ്പോൾ അവർ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും വേറെ വാല്യൂസ് ആയിട്ട് തരും. മിക്കവാറും ആ രണ്ട് വാല്യൂസും സെയിം ആയിട്ട് വന്നിട്ട് നമുക്ക് തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അങ്ങനെയുള്ള കേസ് സെയിം ആയിട്ട് സ്ട്രെസ് വന്നാലേ നമ്മളിപ്പോൾ തിക്നെസ് കാൽക്കുലേറ്റ് ഇക്വേഷൻ ഇട്ടുമെന്ന് വിചാരിച്ചു. സപ്പോസ് സിഗ്മ സി സിഗ്മ ടിയുടെ വാല്യൂ സെയിം ആണ്. ഈ ഇക്വേഷൻ തിക്നെസിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മുടെ വാല്യൂ എന്ത് വരും? T is equal to PD divided by 2 sigma c. ഈ ഇക്വേഷൻ എഴുതുമ്പോൾ T is equal to PD divided by 4 sigma c. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കാം. സിഗ്മ ടി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ തിക്നെസ് ആയിരിക്കും കണ്ടുപിടിക്കുന്നത്, ചിലപ്പോൾ ഡയമീറ്റർ ആയി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഹിയർ ഈസ് അവർ ക്വസ്റ്റ്യൻ. എ തിൻ സിലിണ്ടറിക്കൽ ഷെൽ ഓഫ് 400 mm diameter. അപ്പോൾ എല്ലാവരും കാൽക്കുലേറ്റർ ഒക്കെ എടുത്ത് വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എ തിൻ സിലിണ്ടറിക്കൽ ഷെൽ ഓഫ് 400 mm diameter is to be designed. അപ്പോൾ നമ്മുടെ ഡയമീറ്റർ they have given is to be designed for an internal pressure of value of pressure they have given as 400 megapascal. So megapascal ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. We have to convert into Newton per millimeter square ആയിട്ട് കൺവേർട്ട് ചെയ്യണം. മെഗാപാസ്കൽ നമുക്ക് എഴുതാൻ പറ്റില്ല. We have to convert it into Newton per millimeter square. Find the suitable thickness of the shell. So we have to calculate the thickness. Thickness ആണ് അവര് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. If the allowable circumferential stress sigma c, circumferential എന്ന് പറഞ്ഞാൽ sigma c യുടെ വാല്യൂ they have given as 50 megapascal. Again നമുക്ക് മെഗാപാസ്കൽ യൂസ് ചെയ്യാൻ പറ്റില്ല. We will be using Newton per mm square. So നമ്മുടെ ഇക്വേഷൻ എഴുതാം ആൻഡ് തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് റാൻഡം ആയിട്ട് ആരുടെയൊക്കെ ചോദിക്കാം. അപ്പോൾ എല്ലാവരും കാൽക്കുലേറ്റ് എടുത്തോളൂ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, എല്ലാ വാല്യൂസും ഗിവൺ ആണ്. വേഗം കാൽക്കുലേറ്റ് എടുത്തിട്ട് ആൻസർ പറയാം. So 1 minute is enough for this calculation. So I will ask after 1 minute. Now the time is 11:24. I will ask at 11:25. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എല്ലാ വാല്യൂസും വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം തരുന്നതാണ്. Okay, time up. What about Mohammad Nidal? Please turn on your mic and tell what is your answer. Mohammad Nidal. What is the answer? 9.6 mm. It's a very correct ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട്. താങ്ക് യു നിതൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. P into D divided by 2 sigma c. അപ്പം എല്ലാ വാല്യൂസും ഡയറക്റ്റ് ആണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി. അപ്പം നമുക്ക് ആ കുറച്ച് ഇക്വേഷൻ മാത്രമേ, ഈ ഇക്വേഷൻ നമ്മളിപ്പോൾ പുതുതായിട്ട് പഠിച്ചാണോ? അല്ല, നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷൻ തന്നെയായിരുന്നു. ഒന്ന് റീറൈറ്റ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ സിലിണ്ടറിക്കൽ ഷെല്ലിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ തന്നെയാണ്, ഒന്ന് റീറൈറ്റ് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, അപ്പം നമുക്ക് താങ്ക് യു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A cylindrical shell of 500 mm diameter. So again they have given the diameter as 500 mm and it is required to withstand an internal pressure. Pressure they have given as 4 megapascal. Find the minimum thickness. Maximum thickness നമുക്ക് എത്ര വേണമെങ്കിൽ ആക്കാലോ. 100 mm thickness കൊടുത്താൽ ഒരിക്കലും പൊട്ടില്ല. So find the minimum thickness of the shell. If the maximum tensile strength in the plate material is 400 megapascal. And the efficiency of the joint is 65%. അപ്പോൾ നമ്മളിപ്പോൾ മുന്നേ പണ്ട് ഇക്വേഷൻ പഠിച്ചപ്പോൾ സിഗ്മ സിയുടെ വാല്യൂ ചെയ്തപ്പോൾ ഒരു എഫിഷ്യൻസി ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ എഫിഷ്യൻസിയുടെ വാല്യൂ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ഞാൻ പണ്ട് നമ്മൾ ക്ലാസ് മീൻസ് ഇപ്പോൾ സിലിണ്ടറിക്കൽ ഷെല്ല് ഇന്നലെയല്ലേ തുടങ്ങിയത്.
ഓക്കെ എന്നുള്ളത് തുടങ്ങി. അത് പറഞ്ഞപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയാണ് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി യൂസ് ചെയ്യണം? ഒരു മെറ്റീരിയലിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം കപ്പാസിറ്റിയാണ് 400 എന്ന് കൊണ്ട് തന്നേക്കുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ മാക്സിമം കപ്പാസിറ്റിക്ക് അതിനെ ലോഡ് ചെയ്യില്ല. യു വിൽ ബി ഡിവൈഡിങ് ദ ഗിവൺ സ്ട്രെസ്. തന്നിരിക്കുന്ന സ്ട്രെസ്സിനെ നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന സ്ട്രെസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ പറയുകയാണെങ്കിൽ ഇതിന്റെ മാക്സിമം കപ്പാസിറ്റി 400 ആണ്. സോ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ 400 ഒരിക്കലും ഡിസൈൻ ചെയ്യില്ല. ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് 80. സോ നമ്മൾ ഇക്വേഷനിൽ യൂസ് ചെയ്യുന്ന സ്ട്രെസ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 80 MPa ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ സിഗ്മ സി ഇക്വേഷൻ പഠിച്ചിരുന്നു PD ഡിവൈഡ് ബൈ 2T. അപ്പൊ എഫിഷ്യൻസി ഇക്വേഷൻ എഫിഷ്യൻസി ഇവിടെ എഴുതിയാണ്. ആ എഫിഷ്യൻസി അവിടെ തന്നെ കിടക്കും നമ്മുടെ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ ഹിയർ ഈസ് ദ ഗിവൺ വാല്യൂസ്. അതിന്റെ മേലെ കൂടെ ഓവർ റൈറ്റ് ആയി വന്നു. So these are the given values. Diameter 500 mm, internal pressure 4 MPa. They have converted into Newton per millimeter square. 4 MPa Newton per millimeter square same തന്നെയാണ്. Tensile strength 400 MPa. Again അതും Newton per millimeter square ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. Efficiency 65%. So we will be substituting 0.65 എന്നുള്ള വാല്യൂ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരിക. Factor of safety they have given as 5. Okay. So ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിൽ ബി റെഡ്യൂസിങ് ദ അലൗബിൾ അല്ലെങ്കിൽ പെർമിസിബിൾ. നമുക്ക് അലൗ ചെയ്തിട്ടുള്ള മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് 400 ആയിരുന്നു. മാക്സിമം ആ മെറ്റീരിയലിന് 400 വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും നമ്മൾ 400 ലോഡ് ചെയ്യില്ല. വിൽ ബി അപ്ലൈയിങ് എ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഇത് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ്. നമ്മളിപ്പോ ബൈക്കിൽ 3 ആൾക്കും 4 ആൾക്കും സുഖമായിട്ട് പോവാം. പക്ഷെ നമ്മൾ എപ്പോഴും പറയുന്നത് 2 ആൾ മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. എന്താ, അതൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ്. അപ്പൊ അതിൽ കൂടുതൽ ലോഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. ബട്ട് we have to reduce the chances of failures. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അത് 2 ആൾക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ബൈക്കിൽ ഇപ്പം 4 ആൾക്ക് സുഖമായിട്ട് പോകുക. നമ്മുടെ ക്ലാസ്സിൽ 4 ആൾക്ക് സുഖമായിട്ട് ഒരു ബൈക്കിൽ പോകാം. 4 ആൾക്ക് സുഖമായിട്ട് പോകുന്നതാണ്. ചില ആൾക്കാർ 5 10 ആൾക്കാർ വെച്ചിട്ട് ഷോ നടത്താറുണ്ട്. ഓക്കെ, ഷോ അത് വേറെ വല്ലപ്പോഴൊക്കെ അല്ലേ. എന്നാലും 4 ആൾക്ക് സുഖമായിട്ട് പോകാം. അത് വിചാരിച്ച് ഇൻ എനി ചാൻസ് ദേ മേ ഫെയിൽ. അപ്പൊ അതുകൊണ്ടാണ് അവര് ഒരു 2 ആൾക്ക് പോകാവുന്ന കപ്പാസിറ്റിയിൽ അവർ പറയുന്നത്. അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളുടെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 70 to 90 kilograms ആയിരിക്കും. സോ 180 kilogram ക്യാരിയിങ് കപ്പാസിറ്റി ആയിരിക്കും നോർമലി ഒരു ബൈക്കിനൊക്കെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ടെൻസൈൽ സ്ട്രെങ്ത് ദേ ഹാവ് റെഡ്യൂസ്ഡ്. നമ്മളിപ്പോ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നുള്ള വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സിഗ്മ സിയുടെ വാല്യൂ ഇറ്റ് വിൽ ബി റെഡ്യൂസ് ടു 80 MPa. ഇനി നമ്മൾ തിക്നെസിന്റെ ഇക്വേഷൻ എഴുതും. PD ഡിവൈഡ് ബൈ 2T. That is the value of sigma c. അപ്പോൾ നമുക്ക് ആവശ്യം എന്താ, തിക്നെസിന്റെ വാല്യൂ ആണ്. തിക്നെസിന്റെ വാല്യൂ പറയുമ്പോൾ നമ്മുടെ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു സിഗ്മ സി ഇസ് ഈക്വൽ ടു PD ഡിവൈഡ് ബൈ 2T ഇൻറ്റു എഫിഷ്യൻസി. നമ്മൾ പഠിച്ച ഇക്വേഷൻ. PD നമുക്ക് T ആണ് ആവശ്യം. T ഇങ്ങോട്ട് വരുന്നു, സിഗ്മ സി ഇങ്ങോട്ട് വരുന്നു. സോ T ഇക്വേഷൻ T ഇസ് ഈക്വൽ ടു PD ഡിവൈഡ് ബൈ 2 സിഗ്മ സി ഇൻറ്റു എഫിഷ്യൻസി. നമ്മുടെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. യു വിൽ ഗെറ്റ് ദ we will get the thickness as 19.2 millimeter. Okay, so we can round ചെയ്തിട്ട് വേണമെങ്കിൽ 19.2 ഒന്നും ഒരിക്കലും ഷീറ്റുകൾ അവൈലബിൾ ആയിരിക്കില്ല. നെക്സ്റ്റ് റൗണ്ട് വാല്യൂ 20 mm. 20 mm we will be suggesting the thickness of the plate. Okay, അപ്പൊ ഇത്രയാണ് നമുക്കൊരു ഡിസൈനിലേക്കൊക്കെ വരുന്നത്. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചു കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ ഡയമെൻഷൻസ് ആണ്. അപ്പൊ ചേഞ്ചസ് ഇൻ ഡയമെൻഷൻസ് പഠിക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലോ നമ്മൾ ആദ്യമായിട്ട് എടുത്ത മൊഡ്യൂൾ, അതായത് ആക്ച്വലി സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ വീണ്ടും നമുക്ക് ഓർത്തെടുക്കണം. അതെന്താ വെച്ചാൽ ഞാൻ ഇന്നലെ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും ഒന്നുകൂടി പറയാം. ഇതൊരു ബ്ലോക്കാണ്, ഒരു സ്ക്വയർ ക്രോസ് സെക്ഷനുള്ള ഒരു ലോങ് ബാർ ആണ്. ഓക്കെ, ഇതിനെ 2 എൻഡിൽ നിന്നും പിടിച്ചിട്ട് 2 സൈഡിലേക്കും യു വിൽ ബി അപ്ലൈയിങ് സം ലോഡ്. സോ നോർമലി അതിന് എത്ര ലെങ്ത് എത്ര ഉണ്ടായിരുന്നു? സോ ലെറ്റ് ഇറ്റ് ബി L എന്നുള്ള ലെങ്ത് ഉണ്ടായിരുന്നു. ഇറ്റ് വിൽ ബി സംവാട്ട് ഇലോങ്ങേറ്റഡ് ബൈ ഡെൽറ്റ L. അതിന്റെ ലെങ്ത് എന്തായാലും കൂടും. ലെങ്ത് കൂടുന്നതിനൊപ്പം തന്നെ അതിന്റെ ഈ 2 ഡയമെൻഷൻസ്, ഇതിപ്പോ B ആണെങ്കിൽ ഇറ്റ് വിൽ ബി റെഡ്യൂസ് ടു സം സ്മോളർ വാല്യൂ. അതിന്റെ അതുപോലെ
ബ്രെഡ്ത്തും ഡെപ്തും. ഇത് ബ്രെഡ്ത്ത്, ഇത് ഡെപ്ത്. രണ്ട് വാല്യൂസും ഇറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ബൈ സം എമൗണ്ട്. ഓക്കെ, അതായത് ലെങ്ത്തിൽ ചേഞ്ച് വരുന്നു, അതിന് അറ്റ് ദ സെയിം ടൈം ഇറ്റ് വിൽ ബി ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ്. ഒരു സൈഡിൽ ഡയമെൻഷൻ കൂടുമ്പോൾ അതേ സെയിം ടൈം തന്നെ മറ്റേ സൈഡിൽ ഡയമെൻഷൻസ് കുറയും. അപ്പൊ ഇത് നമ്മൾ പഠിച്ചത് രണ്ട് ടേംസ് വെച്ചിട്ടാണ്, ലാറ്ററൽ സ്ട്രെയിൻ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ലാറ്ററൽ സ്ട്രെയിൻ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കൊണ്ട് രണ്ട് വാക്കുകൾ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദർ ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ലാറ്ററൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ദാറ്റ് ഈസ് കോൾഡ് പോയ്സൺസ് റേഷ്യോ. മുന്നേ പഠിച്ചായിരുന്നു, മ്യൂ അല്ലെങ്കിൽ 1/m എന്നൊക്കെ വെച്ചിട്ടാണ് അത് റെപ്രസെന്റ് ചെയ്യാറ്. അപ്പൊ ആ ടേംസ് നമുക്ക് ഇവിടെ വീണ്ടും യൂസ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് വാട്ട് ഈസ് ലാറ്ററൽ സ്ട്രെയിൻ, വാട്ട് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അപ്പൊ നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോ ഒരു സിലിണ്ടറിന്റെ ഉള്ളിലെ പ്രഷർ നമ്മൾ പഠിച്ചല്ലോ, സിലിണ്ടറിൽ രണ്ട് ടൈപ്പ് പ്രഷർ ഉണ്ടായിരിക്കും. അലോങ് ദ സർക്കംഫറൻഷ്യൽ പ്രഷർ ഉണ്ടായിരിക്കും, അലോങ് ദ ലെങ്ത് ലോഞ്ചിറ്റ്യൂഡിനൽ പ്രഷർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ പ്രഷർ കൊണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഉണ്ടായിരിക്കും, സർക്കംഫറൻഷ്യൽ പ്രഷർ കൊണ്ട് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ഉണ്ടായിരിക്കും. അപ്പോ ഇതിന്റെ ലെങ്ത്തിന് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡയമെൻഷൻസ് ഓഫ് ദ സിലിണ്ടർ ഡ്യൂ ടു ദ ഇന്റേണൽ പ്രഷർ. ഇന്റേണൽ പ്രഷർ കാരണം നമുക്ക് രണ്ട് ടൈപ്പ് സ്ട്രെസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ രണ്ട് ടൈപ്പ് സ്ട്രെസ് കൊണ്ടും നമുക്ക് ഡയമെൻഷൻ ചേഞ്ച് ഉണ്ടായിരിക്കും. അപ്പോൾ ലെങ്ത്തിന് ഡയമെൻഷൻ ചേഞ്ച് ഉണ്ടാവാൻ കാരണം രണ്ട് ടൈപ്പ് സ്ട്രെസ്സും കാരണമാണ്. അതായത് സിഗ്മ സി കാരണം ഡയമെൻഷൻ ചേഞ്ച് ഉണ്ടായിരിക്കും, സിഗ്മ ടി കാരണവും ഡയമെൻഷൻ ചേഞ്ച് ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ വരച്ചപ്പോ സിഗ്മ സി എങ്ങനെ മാർക്ക് ചെയ്ത്? സർക്കംഫറൻഷ്യൽ, അലോങ് ദ സർക്കംഫറൻസ് ആണ്. ആക്ച്വലി അതിന് ലെങ്ത്തിലേക്ക് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല. ഇതാണ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ്. ഇങ്ങനെ ഒരു ലോഡ് അപ്ലൈ ചെയ്താൽ ആക്ച്വലി ഇതിന് ഡയമീറ്റർ ഇൻക്രീസ് ആവാൻ മാത്രമേ ഉള്ളൂ. ഡെൽറ്റ ഡി എന്നുള്ള വാല്യൂ ഇൻക്രീസ് ആവും, അല്ലെങ്കിൽ ഡയമീറ്റർ എന്നുള്ള വാല്യൂ ഇൻക്രീസ് ആവും. അലോങ് ദ ഡയമീറ്റർ ആണ് അതിന്റെ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പൊ ഡയമീറ്റർ ഇൻക്രീസ് ആവുമ്പോൾ അറ്റ് ദ സെയിം ടൈം അതിന്റെ ലെങ്ത് കുറയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഡയമീറ്റർ ഇൻക്രീസ് ആവുള്ളൂ. മനസ്സിലായോ? അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പോ ലെങ്ത് കൂടണമെങ്കിൽ അറ്റ് ദ സെയിം ടൈം അതിന്റെ ഡെപ്തും ബ്രെഡ്ത്തും കുറയണം. അപ്പോ ഇങ്ങനെ ഒരു സർക്കംഫറൻസ് അലോങ് ദ ഡയമീറ്റർ അതിന് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ, ഇതൊരു സിലിണ്ടർ അല്ലേ, അതിന് ഡയമീറ്റർ കൂടണമെങ്കിൽ അതിന്റെ ലെങ്ത് കുറയണം. വേറെ മെറ്റീരിയൽ പുറത്തുനിന്ന് എവിടെ നിന്ന് വരുമൊന്നുമില്ല, അതിലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അതിന്റെ ലെങ്ത് ഡയമീറ്റർ കൂടുക പറഞ്ഞാൽ അതിന്റെ ലെങ്ത് കുറയും. അല്ലെങ്കിൽ നേരെ തിരിച്ചും നമുക്ക് പറയാം, നമ്മളിപ്പോ ഇത് ലോഡ് അപ്ലൈ ചെയ്തിട്ട് ഈ സിലിണ്ടറിന്റെ ലെങ്ത് കൂടിയെന്ന് വിചാരിച്ചു, നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ കൊണ്ട് ഈ സിലിണ്ടറിന്റെ ലെങ്ത് കൂടിയാല് അതിന്റെ മീനിങ് അതിന് ഡയമീറ്റർ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. രണ്ടും മ്യൂച്വലി കണക്റ്റഡ് ആണ്. അതായത് സർക്കംഫറൻസ് അലോങ് ദ സർക്കംഫറൻസ് ആക്ട് ചെയ്യുന്ന പ്രഷർ കൊണ്ട് ലെങ്ത്തിൽ ചേഞ്ച് വരും. അലോങ് ദ ലെങ്ത് ആക്ട് ചെയ്യുന്ന പ്രഷർ കൊണ്ട് അല്ലെങ്കിൽ സ്ട്രെസ് കൊണ്ട് ഡയമീറ്ററിലും ചേഞ്ച് വരും. ബട്ട് ആ വരുന്ന ചേഞ്ച് ഇറ്റ് വിൽ ബി നെഗറ്റീവ് ആയിരിക്കും. ശരിക്കും ഡയമീറ്ററിൽ ചേഞ്ച് ആവാൻ കാരണം, ഡയമീറ്റർ ചേഞ്ച് ആവാനുള്ള കാരണം സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ആണ്, അത് പോസിറ്റീവ് ആണ്. ഡയമീറ്റർ കൂടാനുള്ള കാരണം സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ആണ്. ബട്ട് ഡയമീറ്റർ കുറയാനുള്ള കാരണം ആരാ? ഡയമീറ്റർ കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് പൈപ്പിന്റെ ലെങ്ത് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡയമീറ്റർ കുറയും. അപ്പൊ ഡയമീറ്റർ കുറയുമ്പോൾ ലെങ്ത് കൂടുമ്പോൾ ഡയമീറ്റർ കുറയും. അപ്പൊ പൈപ്പിന്റെ ലെങ്ത് കൂടാൻ ആരാ കാരണം? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആണ് പൈപ്പിന്റെ ലെങ്ത് കൂടാൻ കാരണം. സോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഈസ് ദ റീസൺ ഫോർ ചേഞ്ചസ് ഇൻ ദ ഡയമീറ്റർ, അല്ലെങ്കിൽ നെഗറ്റീവ് ചേഞ്ചസ് ഇൻ ദ ഡയമീറ്റർ. അപ്പൊ ഈ രണ്ട് ബേസിക് കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. അത് വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻസ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച രണ്ട് സ്ട്രെസ്സിന്റെ പേര് എഴുതി. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്, ഇതാണ് അലോങ് ദ ഡയമീറ്റർ ആക്ട് ചെയ്യുന്നത്. ഇത് അലോങ് ദ ലെങ്ത് ആക്ട് ചെയ്യുന്നത്. ഏകദേശം വട്ടവും സ്ക്വയറും പോലെ ഞാൻ വരച്ചിട്ടുണ്ട്. അലോങ് ദ ലെങ്ത് ആക്ട് ചെയ്യുന്നത് സിഗ്മ ടി, അലോങ് ദ ഡയമീറ്റർ ആക്ട് ചെയ്യുന്നത് സിഗ്മ സി. നമ്മുടെ സമയം ആയിട്ടില്ല, കുഴപ്പമില്ല, 36 ആയിട്ടുള്ളൂ. ഓക്കെ, അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അപ്പൊ രണ്ട് ടൈപ്പ് സ്ട്രെസ് ഉണ്ട്. അപ്പൊ ആക്ച്വലി ഇതിന്റെ റോൾ എന്ന് പറയുന്നത് ഡിയുടെ ഡയമീറ്റർ കൂട്ടുന്നതും ലെങ്ത് കുറയ്ക്കുന്നതുമാണ്. ഇതിന്റെ റോൾ എന്ന് പറയുന്നത് ലെങ്ത് കൂട്ടുന്നതും ഡിയുടെ വാല്യൂ കുറയ്ക്കുന്നതുമാണ്. മനസ്സിലാക്കി വെക്കുക. ഒന്ന് സർക്കംഫറൻഷ്യൽ ആണ്, ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. അപ്പോൾ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് അല്ല, ഞാൻ പറഞ്ഞതാണല്ലോ നേരത്തെ പോയ്സൺസ് റേഷ്യോ. ഈ പോയ്സൺസ് റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻസ് പറയാം. ആദ്യത്തെ നമ്മൾ
ഓക്കെ, ഇനി ഇതിൽ കുറച്ച് ടേംസ് ഉള്ള ഒരു മാർക്ക് ചെയ്ത് ഡെൽറ്റ ഡി ചേഞ്ച് ഇൻ ഡയമീറ്റർ, ഡെൽറ്റ എൽ ചേഞ്ച് ഇൻ ലെങ്ത്, 1/m പോയ്സൺസ് റേഷ്യോ. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷനിൽ കുറച്ച് ടേംസുകളാണ്. ഇനി പോയ്സൺസ് റേഷ്യോ വെച്ചിട്ട് ചേഞ്ച് ഇൻ ദ ഡയമീറ്റർ, ചേഞ്ച് ഇൻ ദ ഡയമീറ്റർ ഈസ് ഗിവൺ ബൈ. അപ്പോ ഡയമീറ്ററിൽ ചേഞ്ച് ഉണ്ടാവാൻ സ്ട്രെയിൻ, ചേഞ്ച് ഇൻ ലെങ്ത് സ്ട്രെയിൻ, സ്ട്രെയിൻ ചെയ്യുന്ന ഞാൻ പറഞ്ഞു നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു. എന്താ പറഞ്ഞേ? ഇ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡ് ബൈ ഇ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോ നമ്മൾ ഇത് ഡയമീറ്ററിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ ആണ് പറയുന്നത്. ചേഞ്ച് ഇൻ ഡയമീറ്റർ, ചേഞ്ച് ഇൻ ഡയ, ചേഞ്ച് ഇൻ ഡയ ഈസ് ഗിവൺ ബൈ ഫസ്റ്റ് വൺ F1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ സി ആണ്, ഈക്വൽ ടു F1. അപ്പോ സിഗ്മ സി ഡിവൈഡ് ബൈ ഇ അതാണ് ഡയമീറ്ററിൽ ഉണ്ടാവുന്ന സ്ട്രെസ്. ഡയമീറ്ററിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സിനെ യങ്സ് മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അവിടുത്തെ സ്ട്രെയിൻ കിട്ടി. അത് പോസിറ്റീവ് ആണ്, അത് പോസിറ്റീവായിട്ട് അതേപോലെ എഴുതി. ആദ്യത്തെ ടേം അതാണ് ഡയമീറ്റർ കൂടാനുള്ള കാരണം. ഇനി ഡയമീറ്റർ കുറയാനുള്ള കാരണമുണ്ട്. ഡയമീറ്റർ കുറയാൻ ആരാ കാരണം? ഡയമീറ്റർ കുറയാൻ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആണ്. ആ സ്ട്രെസ് ഞാൻ F2 എന്ന് പേര് കൊടുത്തു, സിഗ്മ ടി സിഗ്മ F2 എന്ന് പേര് കൊടുത്തു. F2 ഡിവൈഡ് ബൈ ഇ ആണ് ഡയമീറ്റർ കുറയാനുള്ള കാരണം. ബട്ട് അത് ആക്ട് ചെയ്യുന്നത് എവിടെയാ? പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ അതിനെ പോയ്സൺസ് റേഷ്യോ വെച്ചിട്ട് മാത്രമേ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് ചിലപ്പോൾ ഡെറിവേഷനായി ചോദിക്കുന്നതാണ്, അപ്പോൾ മനസ്സിലാക്കിയിട്ട് പഠിക്കാം. സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. അപ്പോൾ ഞാനിപ്പോൾ എഴുതുന്നത് ചേഞ്ച് ഇൻ ഡയമീറ്റർ ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ ഡയമീറ്ററിന് രണ്ട് റീസൺ ആണ്. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് അതിൽ ആക്ട് ചെയ്യണ അലോങ് ദ ഡയമീറ്റർ, ഇങ്ങനെ ആക്ട് ചെയ്യണ, ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ആണ് ഡയമീറ്റർ ചേഞ്ച് ചെയ്യാനുള്ള ഫസ്റ്റ് റീസൺ. അപ്പോൾ അത് പോസിറ്റീവായിട്ട്, അപ്പോൾ നമ്മൾ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് എന്ന് എഴുതും. അത് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്ട്രെസ്സിന് F1 എന്ന് പേര് കൊടുത്തു, F1 ഡിവൈഡ് ബൈ യങ്സ് മോഡുലസ്. ആ സ്ട്രെസ് എന്തായിരുന്നു? സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ആയിരുന്നു. കാരണം ആ ഡയറക്റ്റ് സ്ട്രെസ് കൊണ്ടാണ് അതിന്റെ ലെങ്ത് ഡയമീറ്റർ കൂടുന്നത്. അതേപോലെ എഴുതി. രണ്ടാമത്തെ വാല്യൂ, ഈ ഡയമീറ്ററിന് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കൊണ്ടും ഇഫക്റ്റ് ഉണ്ട്. കാരണം ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കാരണം ഇൻക്രീസ് ആവുന്ന ലെങ്ത് ആണെങ്കിലും ലെങ്ത് ഇൻക്രീസ് ആവുമ്പോൾ ദർ വിൽ ബി സം ചേഞ്ചസ് ഇൻ ദ ഡയമീറ്റർ ആൻഡ് ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി നെഗറ്റീവ് ചേഞ്ചസ്. ലെങ്ത് കൂടുമ്പോൾ അതിന്റെ ഡയമീറ്റർ കുറഞ്ഞുണ്ടാവണം. അപ്പോൾ അങ്ങനെ ഒരു ഡയമീറ്റർ റിഡക്ഷൻ ഉണ്ടായിരിക്കും. സോ ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. കാരണം നമ്മൾ ഡയമീറ്റർ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഡയമീറ്ററിന്റെ അലോങ് ദ ഡയമീറ്റർ എന്ന് ഇപ്പോൾ വരച്ച ഏരോ മാർക്കാണ് അലോങ് ദ ഡയമീറ്റർ. അങ്ങനെയല്ല ഇതിൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. സ്ട്രെസ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അലോങ് ദ ലെങ്ത് ആണ് ആക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. അപ്പോൾ ലാറ്ററൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, അങ്ങനത്തെ റിലേഷൻ നമ്മൾ പോയ്സൺസ് റേഷ്യോ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടേ പറയാറുള്ളൂ. സോ വിൽ ബി റൈറ്റിംഗ് ദ ചേഞ്ച് ഇൻ ലെങ്ത്, ചേഞ്ച് ഇൻ ഡയമീറ്റർ ഈസ് ഗിവൺ ബൈ സിഗ്മ 1 അല്ലെങ്കിൽ F1 ഡിവൈഡ് ബൈ ഇ മൈനസ് മ്യൂ ഇൻറ്റു F2 ഡിവൈഡ് ബൈ ഇ. ഇനി F1 ഡി F2 വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/E വാല്യൂ പുറത്തേക്ക് എടുത്തിട്ട് F1 ഡി F2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്. F1 എന്ന് പറയുന്നത് എന്താ? ഡയമീറ്റർ കൂടുതൽ അലോങ് ദ ഡയമീറ്ററിൽ വരുന്ന സ്ട്രെസ് ആണ്. F2 എന്ന് പറയുന്നത് അലോങ് ദ ലെങ്ത്തിൽ വരുന്ന സ്ട്രെസ് ആണ്. അപ്പൊ രണ്ട് വാല്യൂസ് എഴുതി. ഇതിലെല്ലാം കോമൺ ഫാക്ടർ ആയ PD ഡിവൈഡ് ബൈ 40 എന്നുള്ള വാല്യൂ പുറത്തേക്ക് എടുത്തു. അപ്പൊ ഇവിടെ 2T ഉള്ളൂ. അപ്പൊ 40 എടുക്കണമെങ്കിൽ ന്യൂമറേറ്ററിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്ററിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2 2 4 ആയി. അപ്പൊ 40 പുറത്തേക്ക് പോകും, റിമൈനിങ് ഒരു 2 ഇവിടെ ഉണ്ടായിരിക്കും, ബാക്കി ഇവിടെ ന്യൂ ആയിരിക്കും. സോ ദിസ് ഈസ് ദ ചേഞ്ച് ഇൻ ഡയമീറ്റർ. ഡെൽറ്റ ഡിയുടെ വാല്യൂ ആണ് PD ഡിവൈഡ് ബൈ 40 ഇൻറ്റു ഇൻറ്റു 2 മൈനസ് മ്യൂ. ഓക്കെ, PD ഡിവൈഡ് ബൈ 40 ഇൻറ്റു 2 മൈനസ് മ്യൂ. ഇത് തന്നെ നമുക്ക് ലെങ്ത്തിന്റെ കേസിൽ നമുക്ക് എഴുതി വെക്കാം. ഇനി ലെങ്ത്തിന്റെ കേസ് അഗെയിൻ നമ്മളിപ്പോ ലെങ്ത് കൂടാൻ എന്താ കാരണം? അലോങ് ദ ലെങ്ത് വരുന്ന സ്ട്രെസ് കൊണ്ടാണ്. ഇങ്ങനെ സ്ട്രെസ് ആക്ട് ചെയ്താൽ മാത്രമേ ലെങ്ത് കൂടാൻ കാരണമുള്ളൂ. അപ്പൊ ഇങ്ങനെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് നമ്മൾ പറഞ്ഞ പേരെന്താ? സിഗ്മ ടി എന്ന് പറഞ്ഞത്. സിഗ്മ ടി എന്ന് പറഞ്ഞാൽ PD ഡിവൈഡ് ബൈ 40 ആണ്. അപ്പൊ ലെങ്ത് കൂടാതാണ് കാരണം. പക്ഷെ ലെങ്ത് കുറയാനൊരു കാരണമുണ്ട്. ലെങ്ത് കുറയാൻ കാരണം അലോങ് ദ ഡയമീറ്റർ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ ഡയമീറ്റർ കൂടും. ഡയമീറ്റർ കൂടുമ്പോൾ വെറുതെ ചുമ്മാ കൂടില്ല. യു ഹാവ് ടു സപ്ലൈ സം മെറ്റീരിയൽ. മെറ്റീരിയൽ കിട്ടുന്ന ഇവിടുന്ന് ലെങ്ത് എന്നായിരിക്കും.
സോ ഡയമീറ്റർ കൂടുമ്പോൾ ലെങ്ത് കുറയും. സോ ഡയമീറ്റർ കൂടാനുള്ള സ്ട്രെസ്സിന്റെ പേര് സിഗ്മ സി, പി ഡി ഡിവൈഡ് ബൈ ഇവിടെ ടി ആണ്, പി ഡി ഡിവൈഡ് ബൈ 2t. അപ്പോൾ ദിസ് വിൽ ഈ സ്ട്രെസ് എങ്ങനെ ആക്ട് ചെയ്യണം? അലോങ് ദ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. അപ്പൊ അങ്ങനെ കേസിൽ നമ്മൾ മ്യൂവിന്റെ വാല്യൂ കൂടി ഇൻസ്റ്റോൾ ചെയ്യും. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത്, സ്ട്രെയിൻ, ചേഞ്ച് ഇൻ ലെങ്ത്തിന്റെ സ്ട്രെയിൻ ഇക്വേഷൻ നമ്മൾ എഴുതും. ഓക്കെ, നേരത്തെ എഴുതിയപ്പോൾ ഞാൻ ഡെൽറ്റ ഡിനെ എഴുതിച്ചു, ഡെൽറ്റ ഡി ബൈ ഡി ആണ് കേട്ടോ നേരത്തെ ഇക്വേഷൻ. ഡെൽറ്റ ഡി ബൈ ഡി ആണ് സ്ട്രെയിനിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഡെൽറ്റ ഡി ബൈ ഡി, ഡെൽറ്റ ഡി ബൈ ഡി. ഓക്കെ, ഇതിൽ ഡെൽറ്റ എൽ ബൈ എൽ ലെങ്ത്തിന്റെ ചേഞ്ച്. അപ്പൊ ലെങ്ത് ചേഞ്ച് ആവാൻ എന്താ കാരണം? ഈ സ്ട്രെസ് കൊണ്ടാണ് ലെങ്ത്, സോറി, ഈ സ്ട്രെസ് കൊണ്ടാണ് ലെങ്ത് ചേഞ്ച് ആവാൻ കാരണം. അപ്പോൾ സ്ട്രെയിൻ ഈസ് ഗിവൺ ബൈ സ്ട്രെസ് ഡിവൈഡ് ബൈ യങ്സ് മോഡുലസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം പി ഡി ഡിവൈഡ് ബൈ 40 ഇൻറ്റു ഇ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, F2 ഡിവൈഡ് ബൈ ഇ എന്ന് എഴുതാം ആദ്യത്തെ സ്ട്രെസ്. ഇനി ലെങ്ത് കൂടാൻ, അങ്ങനെ ലെങ്ത് കുറയാൻ എന്താ കാരണം? സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ആണ് ലെങ്ത് കുറയാൻ കാരണം. അത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒരു മ്യൂവും കൂടി ഇൻസ്റ്റാൾ ചെയ്തു. മ്യൂവിന്റെ പേരെന്താണ്? പോയ്സൺസ് റേഷ്യോ, അല്ലെങ്കിൽ 1/m എന്ന് പറയും. ഇതിലും പഴയ പോലെ തന്നെ പി ഡി ബൈ 40 എന്നുള്ള ടേം പുറത്തേക്ക് എടുത്തു, പി ഡി ബൈ 40/2d. അപ്പൊ ഇതിൽ 40 ഇല്ല, അപ്പൊ ഇത് രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്ററിൽ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ബാക്കി നമുക്ക് എന്ത് കിട്ടും? 2 മ്യൂ എന്ന് കിട്ടും. അപ്പോൾ ഡെൽറ്റ എൽ ബൈ എൽ പി ഡി ഡിവൈഡ് ബൈ 40/e ഇൻറ്റു 1 മൈനസ് 2 മ്യൂ. രണ്ട് ഇക്വേഷൻസ്. അപ്പോൾ ഇതിൽ നമുക്ക് നിർത്താം. നാളെ അത് ഒന്നുകൂടിയും പറഞ്ഞിട്ട് നമുക്ക് ക്ലിയർ ആക്കാം. കാരണം അതിലൊരു സാധനം കൂടി ഉണ്ട്. കാരണം ടോട്ടൽ നമുക്ക് വോളിയം കൂടി എഴുതാണ്ട്, അത് ഇക്വേഷൻ ആയിട്ട് എഴുതാണ്ട്. ഓക്കെ, നമുക്ക് നാളെ എഴുതാം. നമുക്ക് ഇതിൽ നിർത്താം. ബാക്കി നമുക്ക് നാളെ നോക്കാം. ഓക്കെ.